അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലാ തഹിനു വലാ തഹ്സനു. സൂറത്തുൽ ആലിമ്രാനിൽ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലുള്ളവരായിട്ട് അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിനൊരു ഉത്തരം കിട്ടും. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങൾക്ക് നിരാശ അല്ലെങ്കിൽ ഭയങ്കരമായ ഡിപ്രഷനോ സ്ട്രെസ്സോ ഉള്ളപ്പോൾ നമ്മുടെ ഇബാദത്ത് കുറഞ്ഞിട്ടായിരിക്കും നമ്മളത് കൂടുതലാക്കുക. നമ്മുടെ നിസ്കാരം ശ്രദ്ധിക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നമ്മൾ നന്ദി കാണിക്കാൻ ശ്രമിക്കുക. നമ്മൾ നന്ദി കാണിക്കുന്തോറും നമ്മുടെ അനുഗ്രഹം വർദ്ധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഒരു ഞെരുക്കത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സൗകര്യം ഏർപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഉറച്ചു വിശ്വസിച്ച് പ്രതീക്ഷയോടുകൂടി ക്ഷമിച്ച് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുക തന്നെ ചെയ്യുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയേക്കാൾ വലിയ ഒരു ആയുധമില്ല, അള്ളാഹുവിനേക്കാൾ വലിയൊരു നീതിമാനും ഇല്ല. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. ദുആ കൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശരാവരുത്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും വിജയം കിട്ടുക തന്നെ ചെയ്യും. ചോദിക്കാൻ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക, മടിയാണ്, എനിക്ക് തിരക്കാണ്, സമയമല്ല, നിസ്കരിച്ചാൽ പെട്ടെന്ന് എണീറ്റ് ഓടും. അത് നിർത്തുക. നമ്മൾ ദുനിയാവിൻ്റെ പിറകെ ഓടുന്നതിന് പകരം, അല്ലെങ്കിൽ ദുനിയാവിലെല്ലാം എളുപ്പമാവൂല, അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥന തന്നെയാണ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സ് ശാന്തമാക്കി എടുക്കുക. അതൊരു വലിയൊരു അല്ലെങ്കിൽ അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് കാണുക. മനസ്സിലായോ? മനസ്സമാധാനം ലഭിക്കാനുള്ള വഴി എന്ന് പറയുന്നത് ഇബാദത്ത് തന്നെയാണ്. ഇബാദത്തിലൂടെ കിട്ടുന്ന മനസ്സമാധാനം വേറെ എവിടെ നിന്ന് നമുക്ക് കിട്ടില്ല. നമ്മുടെ ഏറ്റവും നല്ലൊരു ആയുധം എന്ന് പറയുന്നത് ക്ഷമയാണ്. അപ്പം നമ്മൾ ആ ഒരു ക്ഷമയോടുകൂടി പ്രതീക്ഷയോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അള്ളാഹു നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആ സ്വീകരിക്കട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും ദുഃഖത്തിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ദുആ വർദ്ധിപ്പിക്കുക. അതിലൂടെ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂ എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. സുന്ദരമായ ദിനങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും എൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കല്ലേ, പക്ഷെ അല്ല കേട്ടോ. അള്ളാഹുവിന് ഏത് വാതിലും പെട്ടെന്ന് ഒരു ക്ലിക്കിൽ തുറക്കാൻ പറ്റും. ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നിങ്ങളുടെ ദിവസവും ഒരിക്കൽ വരും. എല്ലാവരും